അധികം ക്വാളിഫൈഡ് ആൾക്കാരില്ല കേരളത്തെ പറ്റി പഠിച്ചവരും. ഒരു CMI ഫാദർ പോയായിരുന്നു, പക്ഷെ പുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിന് തോന്നുന്നു. പിന്നെ ജെയിംസ് കുരികിലാങ്കാട്ടൻ, അത് മറ്റൊരച്ഛനുണ്ട്, ജെയിംസ് പാലാസിനായരുടെ, അദ്ദേഹം ഇതേപ്പറ്റി ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ഇനി ഈ പുസ്തകത്തിലുണ്ട്. ജെയിംസ് പുലി ഉറുമ്പൽ അറിയാലേ? പുലി ഉറുമ്പൽ, ഇതാ 7 പള്ളികളെ പറ്റിയുള്ള പുള്ളി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കൂടെയായിരുന്നു. എപ്രാമില്ല അച്ഛൻ മറ്റേ കരൂരേക്ക് മാറിയോ? എപ്രാമിലായിരുന്നു. ഞാൻ ആ സെമിനാറിൽ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. മാപ്പിളക്കുന്നേക്കാൾ എടൂരുണ്ടല്ലോ. മാപ്പിളക്കുന്നേക്കാൾ ഒരു പല ഭാഗത്തും, വയനാട്ടിൽ തന്നെ പല ഭാഗത്തുണ്ട്, പേരാമ്പ്രയുണ്ട്, പിന്നെ ഇവിടെ മുണ്ടക്കയ ആ ഭാഗത്തുണ്ട്. ഞാൻ തലശ്ശേരിക്ക് വേണ്ടിയിട്ട് ഓർഗനൈസേഷനായിരുന്നു എൻ്റെ. ഞാനിപ്പോഴും തലശ്ശേരി പോയാലും താഴത്തെയാണ് പഴയ തറവാട്. അത് കഴിഞ്ഞ് ഇതുണ്ടാക്കി ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. പിന്നെ അവസാനം ഞാനായി. ഇവരുടെ മക്കളൊക്കെ കാനഡയിലാണ്. അപ്പോൾ അവർ വരുമ്പം താമസിക്കാനായിട്ട് അവർക്ക് മുറി പണിതിട്ടുണ്ട്. ഇദ്ദേഹം എന്നാ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കസിൻ്റെ അല്ല എൻ്റെ നീസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൽ നിന്ന്. അവരോട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ വന്നത് മട്ടഞ്ചേരിലൊക്കെ പോയി. ഒന്ന് അമേരിക്കനാണ്, ഒരാൾ ഇസ്രായേൽ തന്നെ. ജെയിംസ് അച്ഛൻ റിട്ടയർ ചെയ്തു കേട്ടോ. സെൻറ് തോമസ് കോളേജിലെ പ്രിൻസിപ്പൽ ജെയിംസ് സെമിനാറില്ല. അല്ലേ? അല്ലല്ല, ഇവിടെ അങ്ങോട്ട് പോയി എഞ്ചിനീയറിംഗ് കോളേജിൽ. ഇവിടെ വന്നിട്ടുണ്ട്. ഞാനീ പോർച്ചുഗീസ് ഡോക്യുമെൻറ്റ്സാണ് കൈകാര്യം ചെയ്യുന്നത്. അതേപ്പറ്റി ഞാനൊരു ആർട്ടിക്കിൾ. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി. ഒരെണ്ണേ ഉള്ളൂ യൂണിവേഴ്സിറ്റി. അത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലാണോ? അതിൻ്റെ ഹെഡ് ഞാൻ സ്ഥാപിച്ചത്, തുടങ്ങിയതാണ്. ഫൗണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. അത് ഇയർ ഏതായിരുന്നു? ഏത് വർഷമായിരുന്നു? ഞാനവിടെ ഉണ്ടായിരുന്നത് 2003 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് 17 കൊല്ലം മുമ്പ് വന്നതാണ്. സുബ്രായലും പുള്ളി നിർത്തിയെന്ന് തോന്നുന്നു. സുബ്രായലും MG നാരായണനും കൂടെ വയനാട്ടിൽ വന്നിട്ട് എടക്കലിൻ്റെ താഴെയുള്ള കുറച്ച് ഡോൾമെൻസ് എക്സ്കവേറ്റ് ചെയ്തിരുന്നു. അത് 94 സെമിനാർ നടത്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാനുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര പണിയല്ലേ, തന്നെത്താൻ എഴുതി ചെയ്യണ്ടേ? അതെ. ഞാൻ പിന്നെ വേറെ വീട്ടിലുള്ള കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പുസ്തകം ഇതുമായിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. ജുസയുടെ പുസ്തകം ഉണ്ടായിരുന്നു. എന്തോ പ്രൊഫസർ ജുസ എഴുതിയൊരു പുസ്തകം. ജുസയുടെ പുസ്തകം കണ്ടില്ല. ജുസയെ കുറിച്ച് എഴുതുന്ന ഞാൻ പറയാം. നല്ല പുള്ളി എഴുതിയൊരു പുസ്തകമുണ്ട് ജുസിനെ പറ്റി. ജുസ അവിടെ കാലിക്കറ്റിലുണ്ടായിരുന്നല്ലോ. അതെ. പിന്നെ അവരുടെ കവിതകളും ആയിട്ടുള്ള പോർച്ചുഗീസിലെ നമ്മൾ ചാൾസ് ഡയസ് MP, ex-MP,
ബന്ധപ്പെട്ടായിരുന്നു, അറിയാം. പുള്ളി ഇവിടെ വന്നായിരുന്നു. ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ റിച്ചാർഡ് ഹെയ്നെ അറിയാം. ഞങ്ങളവിടെ പോയി. അന്നേരം ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തത്. എൻ്റെ ജൂനിയറായിട്ട് മറ്റേ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ PhD പുള്ളി ഇങ്ങോട്ട് പോകുന്നുണ്ടോ? പുള്ളിക്കിപ്പോൾ ചെറിയൊരു ഷോക്ക് വന്ന് നടക്കാനൊക്കെ പാടില്ല. ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്താണ്. ഞാനൊരു സെമിനാർ ഓർഗനൈസ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസാണ്. പിടിക്കുക. അല്ലോണാ എൻ്റെ ഫോൺ ഇങ്ങോട്ട് എടുത്തുണ്ട്. മൊബൈൽ ഇവിടെ ഉണ്ടോ? മോളാന്ന് തോന്നുന്നു. പുതിയ പുസ്തകത്തിൻ്റെ അവിടെ ഇല്ല. ജ്യൂസിനെ പറ്റി അടുത്ത കാലത്ത് വേറെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വേറെ പുസ്തകം ഇത് പിന്നെ ഫോർട്രസ് പ്രസ് അമേരിക്കയിൽ നിന്ന് ഇതിൻ്റെ ഇന്ത്യൻ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. 3000-3500 രൂപയാകും അവർ എടുക്കുമ്പോൾ. MGസിനെ കണ്ടു അടുത്ത ഞാൻ ഗോപാലൻകുട്ടീനൊക്കെ വിളിച്ച് പറഞ്ഞു. കിടപ്പാണ്, പിടിച്ചെഴുന്നേറ്റ് കൊണ്ടുവന്നിട്ട് ഇരുത്താനൊക്കെയാണ്. പിന്നെ സംസാരിക്കാനൊക്കെ അത്ര ഇതില്ല. ഞങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു നോക്കി. ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു. സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിക്കാമെന്ന് കൊണ്ടിരുന്നു. അതിനാ നോക്കുന്നത്. വയസ്സ് മലയാക്കണ്ടതിനെ അറിയാലേ? ഓക്കെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സെമിനാറിൽ വന്നിട്ടില്ല. പുള്ളി എൻ്റെ സ്റ്റുഡൻ്റാണ്. പുള്ളി ഇപ്പം റിട്ടയർ ചെയ്ത് ഇവിടെയുണ്ട്. വികാരി ജനറലാണ്. ഞാനായിരുന്നു പുള്ളിയുടെ ഗൈഡ്. MPhilഉം PhDയും. പിന്നെ ഇവിടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ജെയിംസ് മംഗലമുണ്ട്. പുള്ളി എൻ്റെ സ്റ്റുഡൻ്റാണ്. പിന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അതാ ഇപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലർ എൻ്റെ സ്റ്റുഡൻ്റാണ്. CC ജോസഫ് ചെന്നാട്ടുശ്ശേരി. തോണിപ്പാറപ്പം ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ പോയോ? ആ പോയി. ഇനി ഒരു 10 കൊല്ലത്തേക്ക് അവിടെ ആയിരിക്കും. അവിടെയാണ് അവിടെ സെമിനാരിൽ പഠിപ്പിക്കുക. തിരിച്ചു വരുമ്പോഴത്തേക്ക് മറക്കും. ജോസ് കളപ്പുര അച്ഛനുണ്ട് ബീഹാറിൽ. പുള്ളി ജയിനെ പഠിച്ചതെന്ന് തോന്നുന്നു. പുസ്തകത്തിൻ്റെ ഇച്ചിരി വലുതാക്കിയ പ്രിൻ്റ് എന്നത്തേക്കാവും? പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. LRCയിലുണ്ട്. സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ. അപ്പോസ്റ്റലേറ്റ് ഓഫ് സെൻറ്റ് തോമസ് ഇൻ ഇന്ത്യ എന്നാണ് ടൈറ്റിൽ. പിന്നെ കാറ്റഗറി വരുന്ന ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്നുള്ളത് 3 ഓളിയാണ്. 3 ഓളിയോ? ഇത് ആദ്യത്തെ ഓളിയത്തിലുള്ളത് സെൻറ്റ് തോമസിൻ്റെ വരവിനെ പറ്റിയാണ്. പല പ്രൂഫ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതിൽ സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ഫ്രം ദ 1st century അപ് ടു 16th century പോർച്ചുഗീസുകാർ വരുന്നുണ്ട്. പിന്നെ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിന് ശേഷം ഇന്നുവരെയുള്ള
അങ്ങനെ 3 വോളിയം. 3 വോളിയം. അച്ഛൻ എഡിറ്റ് ചെയ്ത ഞാൻ എഴുതിയതാ. ഞാൻ വയസ്സ് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. വയസ്സ് മലയക്കണ്ടം, KS മാത്യു, ജെയിംസ് കുരുകിലാങ്കാട്ട്, ജെനി പീറ്റർ, ഒരു ആർക്കിയോളജിസ്റ്റാണ്. ജെനി പീറ്റർ ആലുവ കോളേജിൽ പഠിപ്പിക്കുന്ന UC കോളേജ്. അവൾ ബറോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർക്കിയോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തു. പിന്നെ തുടർന്ന് പഠിച്ചത് ഡെക്കൻ കോളേജിൽ ആർക്കിയോളജിയിൽ PhD ഉള്ള. എൻ്റെ കോപ്പി എവിടെ ഇല്ല അല്ലേ? ഇല്ല, ഇന്നലെ ഞാൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കൊടുത്തത്. എവിടെ പ്രിന്റ് ചെയ്യുന്നത്? പ്രീമോസ് പബ്ലിക്കേഷൻസ്, ഡൽഹി. പ്രീമോസ്. അയാൾ നേരത്തെ മനോഹറിൻ്റെ കൂടെ ആയിരുന്നേ. മനോഹർ പബ്ലിഷേഴ്സ് എൻ്റെ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നു. മനോഹർ പബ്ലിഷേഴ്സ്, ഡൽഹി. ഇത് ഫോർട്രസ് പ്രസ്, പെൻസിൽ എൻ്റെ പേരിന് അവിടെ കാണും. കിട്ടിയോ? നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇത് അവിടുത്തെ ഒറിജിനൽ ആദ്യമായുള്ള കോപ്പിയാണ്. മിനിയാപോളിസ് ഇവിടെ, അതെവിടെ? അമേരിക്കയിൽ. കാത്തലിക് ഹിസ്റ്റോറിയൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. CHI. ചായ് അറിയോ? ചായ് കാത്തലിക് ഹിസ്റ്റോറിയൻസ് CHI അസോസിയേഷൻ ഓഫ് കാത്തലിക് ആച്ചി എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഉണ്ട്. മെനാച്ചേരി പ്രസിഡന്റ് അല്ലേ? സെക്രട്ടറി പ്രസിഡന്റ്. ചായയുടെ ആക്ടിവിറ്റീസ് എന്തുവാ ശരി? ഞങ്ങളുടെയോ? അച്ചിയുടെ ഇതിൻ്റെ ആക്ടിവിറ്റീസ്, സെമിനാർ ഓർഗനൈസ് ചെയ്യാൻ, പബ്ലിക്കേഷൻ കൊടുക്കുക. 3-4 ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഉണ്ടോ? റിസർച്ചിനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിപ്പം ലൈബ്രറി ഉണ്ട്, മാന്നാനത്തെ പുരാതന ലൈബ്രറി, ഇതിൻ്റെ കീഴിലാണ്. പിന്നെ എൻ്റെ ഈ ബുക്സ് മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് കൊടുക്കുക? ഒരു 3000 ചില്ലാനം പുസ്തകങ്ങളുണ്ട്. ലൈബ്രറിക്ക് കൊടുത്തു? കൊണ്ടുപോയിട്ടില്ല, ഞാനിവിടുന്ന് എടുക്കപ്പെടുമ്പോഴേ കൊണ്ടുപോകും. കാരണം ഞാനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ശരിക്കും ഈ പോർട്ടുഗീസ് ഹിസ്റ്ററി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവിടെ വരാൻ കാരണം? സ്പൈസ് റൂട്ട്, സ്പൈസിന് വേണ്ടിയിട്ട്. സ്പൈസ് കിട്ടണം. അതിനിപ്പോൾ ഒരു ദിവസം ഇന്നിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രൂഫാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഡേവിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ. അയാൾ റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു പോർച്ചുഗീസ് ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു. ഇവിടെ ഏകദേശം തീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി എഴുതുന്നുണ്ട്. പോർട്ടുഗീസിൻ്റെ പ്രൊഫസറെ അറിയുമോ? ഡേവിസ്, തൃശ്ശൂർ സെൻറ്റ് തോമസ്. പ്രൊഫസർ ഡേവിസ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ഇപ്പം പുള്ളി ചരിത്രത്തിലേക്ക് മാറി. എൻ്റെ കീഴിലാണ് ഡോക്ടറേറ്റ് ചെയ്തത് പോണ്ടിച്ചേരിയിൽ. ചരിത്രത്തിന് വലിയ ഇൻട്രസ്റ്റാണ്. നമ്മളിവിടുത്തെ പബ്ലിഷേഴ്സ് ഇപ്പോൾ അത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് പബ്ലിക്കേഷൻ എൻ്റെ പ്രൂഫ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. മലയാളം ഞാൻ മലയാളത്തിൽ എഴുതാറില്ല. കേരളത്തിൽ നിന്നൊരു 10-45 കൊല്ലം വെളിയിലായിരുന്നു. ഈ പോർട്ടുഗീസുകാർ ഇവിടെ വന്ന് ക്രിസ്ത്യൻ മിഷനറി വർക്കും ഉണ്ടായിരുന്നോ? സ്പൈസസ് ആയിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പിന്നെ അതിൻ്റെ കൂടെ മിഷനറി വർക്കും ചെയ്യുന്നുണ്ട്. അത് മാർപ്പാപ്പ പ്രത്യേകം പറഞ്ഞിട്ട്. അതെ. ആൻഡ്രൂസ് താഴ്ത്തന് ഒക്കെ എഴുതിയോ അവതാരിക? അതെ, അവതാരിക പിതാവാ ആൻഡ്രൂസ് താഴ്ത്തൻ. ഈ പോർട്ടുഗീസിൽ നിന്നൊക്കെ ഇത്രയും അകല, എത്രയോ കിലോമീറ്റർ അല്ലേ? അതെങ്ങനെയാണ് ഇത്രയും ആ കാലത്ത്? ബർത്തലോമിയോ ഡയസ് വഴിയായിട്ട് കണ്ടുപിടിച്ച ആഫ്രിക്കൻ കോസ്റ്റ് ഇന്ന് ഇന്ത്യയിലേക്ക് വരാവുന്ന കണ്ടുപിടിച്ചു. ആ റൂട്ട് കണ്ടുപിടിച്ച അദ്ദേഹമാണോ?
അവിടം വരെയുള്ള. അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, കരമാർഗവും. ഈ വഞ്ചിയാൽ വരുമ്പോൾ ഇവരുടെ ഈ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ? അപ്പോൾ ഭക്ഷണം നേരത്തെ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടുവരും, അത് കഴിക്കുക. അത് എത്ര മാസങ്ങൾ വേണ്ടേ അതിനുള്ള ഉണ്ടാക്കി? അതിന് പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ടല്ലോ. ഉണ്ടോ? ഈസ്റ്റ് ആഫ്രിക്കൻ കോസ്റ്റിലെ അവിടെ ഇറങ്ങും. അതെ. അല്ലാതെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുമായിരുന്നു? ഫ്രൂട്ട്സ് കൂടുതൽ ഡ്രൈ സാധനങ്ങളാണ്. കോഴിയൊക്കെ ഇതിലുണ്ടാവും. കോഴിപ്പൂനെ കൊണ്ട് 2 പ്രയോജനമുണ്ട്. സമയം മനസ്സിലാക്കാനും പറ്റും. ഓ അത് ശരി. പിന്നെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നേ, സാൻഡ് ക്ലോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ മറിച്ച് തിരിച്ചു. അതെ. എത്ര മാസം വേണം ഇവിടെ വരാൻ പോർട്ടുഗലിൽ? ഇപ്പോൾ അല്ല, അത് കഴിഞ്ഞ പിന്നെ ഒരു 8 മാസം 9 മാസം. ആദ്യം ഒരു കൊല്ലം എടുത്തു. ഈ ഭയങ്കര ഡീഹൈഡ്രേഷനൊക്കെ വരികയല്ലേ ഈ ഭയങ്കര ചൂടൊക്കെ വരുമ്പോൾ? അപ്പോൾ അതെങ്ങനെയാണ് അത്? അല്ല, അതിന് അവർ പ്രത്യേകിച്ച് നാരകം നല്ലതാണ്. നാരങ്ങ? നാരങ്ങ അച്ചാറോ? അല്ല, വെള്ളം കുടിക്കാനായിട്ട്, ഹീറ്റിനെ തടയാനായിട്ട്. അത് ഈ 8 മാസം ഇരിക്കുമോ? എന്നാലും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈഫ് ഓൺ ബോർഡ് എന്ന് പറഞ്ഞ് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ജീവിച്ചെന്ന്. അതെങ്ങനെയാണ്? സാധാരണഗതിയിൽ അവരിവിടുന്ന് പുറപ്പെടുന്ന നോയമ്പ് കാലത്താണ്, ഫെബ്രുവരി മാർച്ച് ആ കാലത്ത് പുറപ്പെടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഭക്ഷണം വേണം. മീൻ പിടിക്കാനായിട്ട് ഈസ്റ്റ് ആഫ്രിക്കൻ കോസ്റ്റിൽ ഇറങ്ങി അവിടെ കുറേ കൂടെയൊക്കെ ഫ്രഷായിട്ട് വരും. അപ്പോൾ അത് ചീഞ്ഞു പോകാതിരിക്കാൻ ഐസിടുമോ? ഐസൊന്നും ഇല്ലല്ലോ അന്ന്. അതെ, ഉണക്കമീൻ ഉണക്കിയാണ്. പോർട്ടുഗലിൽ നല്ല ഒരു ഉണക്കമീനുണ്ട്. അതിൻ്റെ പേര് നമ്മളിവിടുത്തെ സ്രാവിൻ്റെ പോലെ ഇരിക്കുക. ആണുങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ആദ്യകാലങ്ങളിൽ. പിന്നെ ഒളിച്ച് വസ്ത്രം മാറി വരുന്നവരുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ഓ ശരി. അതെന്തിനാ? അവർക്ക് ഇവരുടെ പൈസ കിട്ടിയത്. 10-11 മാസം അവിടെ ഇരിക്കല്ലേ. അപ്പോൾ ഈ കാശ് വലിച്ചെടുക്കുക. പുരുഷന്മാർ വെറുതെ ഇരിക്കുകയല്ലോ, അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഇവരെ പിടിച്ചു. ജസ്യൂട്ട്സ് ഉണ്ടായിരുന്നു ഇതിനായിട്ട് പ്രത്യേകം നിയോഗിച്ചത്. അവരെ പിടിച്ചിട്ട് ഗോവയിൽ ഇങ്ങനെയുള്ളവർക്ക് താമസിപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ റിവറിൻ്റെ അടുത്ത് തന്നെയാണ്, മണ്ടോവി റിവറിൻ്റെ. മണ്ടോവി ഇപ്പോഴത്തെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഇവരുടെ ഗവൺമെൻറ് പോലെ. അവിടുന്ന് വരുന്ന പെണ്ണുങ്ങളെയൊക്കെ ആ ടീമിനെ നന്നാക്കിയെടുക്കാനായിട്ട് അവിടെ കൊണ്ടുപോകും. ഇവരാണുങ്ങളുടെ വേഷം കെട്ടി വരും. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് ജസ്യൂട്ട് ഫാദേഴ്സ് ഉണ്ടായിരുന്നു. 1540 ശേഷം. പിന്നെ പാട്ടും പ്രസംഗവും ആരാധന ഒത്തിരി കാര്യങ്ങളും വെസലിന് എത്ര സൈസ് ഉണ്ടാവും? വെസലിനോ? ഒരു വരുന്ന വെസല് വലിയ ഭയങ്കര ഷിപ്പ് തന്നെയാണോ വരുന്നത്? ആദ്യം വന്നത് ചെറുതാണല്ലോ. എത്ര കിൻഡല് ഉണ്ടെന്നറിയാനായിട്ട് അറിയത്തില്ല. ഈ പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരുമായിട്ട് വാറുണ്ടായിരുന്നു അവസാന കാലഘട്ടത്തിൽ. ഈ ആംഗ്ലിക്കനിസമൊക്കെ സ്ട്രോങ്ങായി വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ലാൻഡിൽ വെച്ചുണ്ടായിരുന്നു അല്ലെങ്കിൽ കടലില്ല? അത് കഴിഞ്ഞിട്ട് ഇവരിൽ നിന്ന് നേരെ ഡച്ചുകാരുടെ എടുത്തത്, പോർട്ടുഗീസുകാരിൽ നിന്ന്. ആ ഡച്ചുകാർ തന്നെ നമ്മുടെ പല സ്ഥാപനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നശീകരണ പ്രവർത്തനം ചെയ്ത് ഇംഗ്ലീഷുകാരാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് പള്ളികൾ, മറ്റു സ്ഥാപനങ്ങൾ, കോൺവെൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇടിച്ച് നിരത്തി ഇംഗ്ലീഷുകാർ. പിന്നെ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് വെല്ലിംഗ്ടൺ ഐലൻഡ് ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ്. അതിൻ്റെ പണി തീർന്നപ്പോഴത്തേക്ക് സെക്കൻഡ് വേൾഡ് വാർ വന്നു. അപ്പം പിന്നെ ഷിപ്പുകൾ വരാനും പിന്നെ അവിടെ പ്ലെയിൻ വന്ന് ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊച്ചിയിലുണ്ടായി. അങ്ങനെ ഇപ്പോഴത്തെ മിലിറ്ററിയുടെ കയ്യിലുള്ള ഒരു എയർപോർട്ടുണ്ടല്ലോ, അത് ശരിയാക്കിയത് 1937 മറ്റേ. അല്ല, ഇംഗ്ലീഷുകാർ. പോർട്ടുഗീസുകാരൻ്റെ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു ഫോർട്ട് കൊച്ചിയിലുള്ളത്.
അപ്പം അതിന് പകരമായിട്ട് അവർ പുതിയ സ്ഥലം ഉണ്ടാക്കി ഇംഗ്ലീഷ് സ്റ്റൈലിൽ. പോർട്ടുഗീസുകാർ നമുക്ക് ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടോ? പിന്നെ എന്തൊക്കെയാണ്? ആദ്യത്തെ മുനിസിപ്പൽ ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നവരെ മുനിസിപ്പാലിറ്റി തന്നെ ഉണ്ടാക്കിയത്. പിന്നെ സാന്താക്രൂസ് കൊച്ചിൻ. അതേപ്പറ്റി അടുത്ത കാലത്തൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കൾച്ചർ, സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രിയുടെ ഞാനത് എഴുതി കൊടുത്തത്. കൊച്ചി 1405 മുതലുള്ള കാലഘട്ടത്തിൽ. അച്ഛൻ്റെ PhD ഏതായിരുന്നു തീസിസ്? പോർച്ചുഗീസ് ട്രേഡ് വിത്ത് ഇന്ത്യ ഇൻ ദ 16th century. അത് JNUവിൽ കൊടുത്തത്. JNUവിലായിരുന്നു. പിന്നെ JNUവിൽ അവിടുന്ന് 2 കൊല്ലം യൂറോപ്പിൽ പോയി. അങ്ങനെ അവിടെ പോയി മാറ്റിയിട്ട് കളക്ട് ചെയ്യുന്നത്. ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണ് പഠിപ്പിക്കുന്നില്ലായിരുന്നു? ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിലെ, പിന്നെ ഇവിടെ ഫ്രാൻസിലെ, പിന്നെ പോർച്ചുഗൽ, പിന്നെ കാനഡയിൽ ഓട്ടോവ യൂണിവേഴ്സിറ്റി. അവിടെ 2 സെമസ്റ്റർ പഠിപ്പിക്കാനുണ്ടായിരുന്നു. 2 കൊല്ലം. ഈ സെൻറ്റ് തോമസ് ആദ്യം വന്നത് ഗുജറാത്തിലെവിടെയോ അന്ന് പറഞ്ഞു. ബറുഗച്ച. ഇവിടെ അത് ബറുഗച്ച. ബ്രോച്ച് ഇപ്പം പറയുന്നത്. അവിടെ ഇപ്പം കമ്മ്യൂണിറ്റി വല്ലതും ഉണ്ടോ? കുറേ പേരുണ്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി നേരിട്ട് അങ്ങോട്ട് പോകാനുണ്ട്. കൊണ്ട ഫോറസ്റ്റിൻ്റെ അടുത്തോട്ട്. കൊണ്ട ഫോറസ്റ്റ് അവിടെ വഴിക്ക് വന്നതല്ല. ഇല്ല, ചിലർ പറയുന്നത് അങ്ങനെ ആയിരിക്കാമെന്നാണ്. അല്ല, ടെഹ്റാനിൽ നിന്നിട്ട് ഹീരാത്തിലേക്ക് വന്ന് ഹീരാത്തിൽ നിന്ന് കാബൂളിലേക്ക് എത്തി. കാബൂളിൽ നിന്നിട്ട് തക്ഷശില, അവിടെയെല്ലാം തന്നെ ആദ്യകാലത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നു. ഒരു ഗ്രൂപ്പ് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് മറ്റേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായി. എന്തോ ജെയിംസ് കുരികിലാങ്കാട്ട് ഒരുത്തനുണ്ട് MSTയിലെ. എവിടെയുണ്ട് പുള്ളി? മാനുവായിക്കടുത്താണ്. അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചാൽ കിട്ടും മിക്കവാറും. അല്ല, ജെയിംസ് വടക്കേക്കര, ബെനഡിക്റ്റ് വടക്കേക്കരയുടെ ഒറിജിൻ ഓഫ് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് അതിൻ്റെ അടുത്തുണ്ട്. അതിനകത്ത് പറയുന്നതും മുമ്പ് പരാമർശങ്ങളെല്ലാം തന്നെയും സെൻറ്റ് തോമസ് ഹാബാൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്നിട്ട് വരുന്നു എന്നുള്ളത്. ആ വഴിക്കാണല്ലോ, ആ വഴിയെക്കുറിച്ചിട്ടാണല്ലോ ഉത്തരമഹാപഥം എന്ന് പറയുന്നത്. അല്ല, പാണിനി പറയുന്നതായിട്ടുള്ള ഉത്തരമഹാപഥത്തിൽ കൂടി തന്നെയാണ് ഇസ്രായേലിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ, സിറിയ, അസീറിയ, എക്ബത്താന കഴിഞ്ഞ് ടെഹ്റാൻ വന്ന്, ടെഹ്റാൻ ഹീരാത്തിൽ വന്ന്, ഹീരാത്തിൽ നിന്നിട്ട് കാബൂൾ, തക്ഷശില. ആദ്യത്തെ വഴിയുടെ കാര്യം ഇപ്പം പറഞ്ഞത്. എന്നിട്ട് മടക്കം പോകുന്നത് ബരിഗാസ എന്ന് പറയുന്ന മൃഗകച്ചം വഴി കപ്പലിൽ കൂടിയിട്ട് മറ്റേ പേർഷ്യൻ ഗൾഫിലേക്ക് പോയി മടക്കം. അതിന് ശേഷമാണ് രണ്ടാമത്തെ വരവിലാണ് പേർഷ്യൻ ഗൾഫിൽ നിന്നിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിലുള്ള സഞ്ചാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ ഈ സൗത്ത് ഇന്ത്യയിൽ, അതായത് നമ്മൾ കേരളത്തിൽ മുസ്ലിംസ് എന്ന് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ പ്രദേശങ്ങളിൽ ധാരാളമായിട്ടുള്ള ജ്യൂസ് ഉണ്ടെന്നും അവരാണ് വിദേശത്തേക്ക് ഗ്രീക്ക്, റോമൻ കപ്പലുകൾക്ക് ചരക്കുകൾ കൊടുക്കുന്നതെന്ന് കേട്ടിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വന്നത്. മാത്രമല്ല, അന്ന് അലക്സാണ്ട്രിയയിൽ നിന്നിട്ട് കപ്പലുകൾ ഇവിടെ കേരളത്തിലേക്ക് വരാറുണ്ടായിരുന്നു, റെഡ് സീ വഴി. അപ്പോൾ 120 കപ്പലുകൾ ഒരു കൊല്ലത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് ചരക്കുകൾ കയറ്റി പോകാറുണ്ടായിരുന്നു. അലക്സാണ്ട്രിയ ആയിരുന്നു സെൻറ്റർ. അപ്പോൾ ഈ അലക്സാണ്ട്രിയയിൽ നിന്നിട്ട് വരുന്ന ഒരു കപ്പലിലാണ് ഇദ്ദേഹം സെൻറ്റ് തോമസ് ലീഗ ഇവിടെ എത്തിയത്. ഞാനിത് കുരുകിലാങ്കാട്ട് പറയുന്ന അങ്ങനെയല്ലെന്ന് പുള്ളി പറഞ്ഞ് ഡയറക്റ്റായിട്ട് സീ കൂടെ വന്നത്. എന്നിട്ട് ബർഗച്ചിൽ ഇറങ്ങി
അവിടുന്ന് നേരെ തക്ഷശിലയിലേക്ക് പോകുന്നത്. അല്ല, അല്ല, നടന്നു. ഞാൻ പറഞ്ഞ ജെയിംസ് കുരുവിലാങ്കാട്ടിൻ്റെ വാദം. അതൊരിക്കലും നമുക്കത് കൺവിൻസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കാരവൻസ്, അതായത് നമ്മളിവിടെ തക്ഷശിലയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് സിന്ധു തടത്തിൽ നിന്നുള്ള ചരക്കുകളുമായിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നതായിട്ട് സാർത്ഥവാഹൻ എന്ന് പറഞ്ഞ ഡോക്ടർ മോദിചന്ദ്രയുടെ പുസ്തകത്തിൽ കുറച്ച് കൂടി അതെ. പക്ഷെ എന്നാലും ഈ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിൽ ഡോക്ടർ മോദിചന്ദ്രയുടെ പുസ്തകം വളരെ കുറെ കൂടി കൺവിൻസിങ് ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള രീതിയിലാണ്. ആ രീതിയിലാണ് പറയുന്നത്. ഈ ഉത്തരമഹാഭാരതം പാണിനി പറയുന്നതാണ്. ഈ ഉത്തരമഹാഭാരതത്തിന് തന്നെ 3 ഖണ്ഡങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് അഫ്ഗാൻ, പിന്നെ ഭാരതം, പിന്നെ ഇന്ത്യ, ഇങ്ങോട്ട്. അപ്പോൾ 3 ഭാഗങ്ങളായിട്ട്. അത് ഹൈമവത ഖണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ മലനിരകളെ, ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ. പിന്നെ ഭാരതഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥം മുതൽ ഇങ്ങോട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഉത്തരമഹാഭാരതം കൈറോവിൽ നിന്നിട്ട് ആരംഭിച്ച് ഇറാൻ കൂടി വന്ന് അഫ്ഗാനിസ്ഥാൻ കടന്ന് ഇന്ദ്രപ്രസ്ഥം, മധുര, പാടലീപുത്രം, താമ്രലിപ്തി എന്ന് പറയുന്ന കൽക്കത്തയിൽ വന്ന് അവസാനിക്കുന്നതാണ്. ഇത് വളരെ കാലങ്ങളായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വഴിയിൽ കൂട്ടിയിട്ടാണ് ഇവർ അലക്സാണ്ടർ വന്നത്. മാർക്കോപ്പോളോ പുതിയ കാലഘട്ടത്തിൽ വന്നത്. അപ്പോൾ അലക്സാണ്ടറിന് മുമ്പ് ഈ വഴി നിന്നിരുന്നു. അതിനു മുമ്പുള്ള അലക്സാണ്ടർക്ക് മുമ്പുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഈ വഴി ഉണ്ടായിരുന്നു. റോമൻ ട്രേഡ് വിത്ത് കേരള ഉണ്ടല്ലോ. പക്ഷെ റോമൻ ട്രേഡ് വിത്ത് കേരള കൂടുതൽ കടൽ വഴിക്കാണ്, കരവഴിക്കല്ല. മാത്രമല്ല ആ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സപ്ലൈ മാർക്കറ്റ്. അലക്സാണ്ട്രിയ ഒരു സ്റ്റോർ മാർക്കറ്റാണ്. അത് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സംഭരണ കേന്ദ്രമായിട്ടാണ് അലക്സാണ്ട്രിയ. അപ്പോൾ ഇവിടെ നിന്നുള്ള ചരക്കുകളെല്ലാം പോകുന്നത് അലക്സാണ്ട്രിയയിലേക്കാണ്. അലക്സാണ്ട്രിയയിൽ നിന്ന് ഗ്രീക്കിലേക്കും അതേപോലെ ഇറ്റലിയിലേക്കും പോകുമായിരുന്നു, സ്പെയിനിലേക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രേഡ്, അങ്ങനെയുള്ളൊരു കച്ചവട കപ്പലിലാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ BC 3-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ 8 ലക്ഷം ജൂതന്മാർ അലക്സാണ്ട്രിയയിലുണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള കല്ലറകൾ അവിടെ ആ ഭാഗങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നതാണ് അലക്സാണ്ട്രിയ ബെൽറ്റിൽ. അപ്പോൾ ആ കല്ലറകളുടെ സമാനമായിട്ടുള്ള കല്ലറകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ജൂതന്മാരിവിടെ വന്ന് കച്ചവടത്തിന് വേണ്ടി വരുമ്പോൾ ഇവിടെയുള്ള ജൂതന്മാരുമായിട്ടാണ് കൊച്ചിൻ ജൂതന്മാർ, കൊച്ചിനല്ല കൊടുങ്ങല്ലൂർ ജൂതന്മാർ, പറവൂർ ജൂതന്മാർ, ഈ കൊക്കമംഗലം എന്ന് പറയുന്നത് നമ്മൾ മീനച്ചിലാറിൻ്റെ തുറമുഖ നഗരമാണ്. ഈ നഗരങ്ങളെല്ലാം തന്നെ കൊല്ലമാകട്ടെ, കൊല്ലം, നിരണം, കൊക്കമംഗലം, പറവൂർ, കൊടുങ്ങല്ലൂർ, പാലയൂർ, ഈ 7, പിന്നെ നിലയ്ക്കൽ പിന്നെ ഒരു മലയോര നഗരമാണ്. ബാക്കി ഈ 6 നഗരങ്ങളും കടലോര നഗരങ്ങളാണ്. ഇത് കൺട്രോൾ ഇവിടെ അവിടുത്തെ കച്ചവടം കൺട്രോൾ ചെയ്തിരുന്നത് ലോസ് ട്രൈബ് ജ്യൂസാണ്. അവർ ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഭാഗം വയനാട് വഴിയും മറ്റൊരു ഭാഗം പാലക്കാട് വഴിയും. ഈ പാലക്കാട് നിന്ന് വരുന്നതായിട്ടുള്ള വഴിയിൽ പിന്നെ എൻ്റെ പഠനം, എൻ്റെ അന്വേഷണത്തിൽ എന്ന് വെച്ചാൽ ഈ കല്ലറകളുടെ വഴിത്താര, അതായത് ഡോൾമെൻസിൻ്റെ, അതിങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഓരോ താലൂക്കുകൾ കടന്ന് അവിടെയെല്ലാം തന്നെ സെറ്റിൽമെൻറ്റുകളുണ്ട്. ഈ സെറ്റിൽമെൻറ്റിന് സമീപ പ്രദേശത്തെല്ലാം തന്നെ ഈ ഡോൾമെൻസ് ഉണ്ട്. ഈ മെഗാലിസ് ഇവരുടെ സഞ്ചാര പദ്ധതിയാണ്. അത് കാശ്മീരിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, അവിടെ തന്നെ മിർസാപൂരിൽ, പിന്നെ റാഞ്ചി, ജാർഖണ്ഡ് കഴിഞ്ഞാൽ പിന്നെ ഛത്തീസ്ഗഡ് നാഗപ്പൂർ, അഡിലാബാദ് ആന്ധ്ര, തെലുങ്കാന ആന്ധ്ര ഇരുന്നിട്ട് കർണാടകത്തിൻ്റെ തെക്ക് ഭാഗം കൊടക്,
കൊടകിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ബത്തേരി, സുൽത്താൻ ബത്തേരി, വയനാട്. അവിടെയാണ് ഞാനുള്ളത്. അവിടെ നിന്നിട്ട് വയനാട്ടിൽ നിന്നിട്ട് ഈ എരുമാട്, താളൂർ, ചേരമ്പാടി വഴി മറ്റേ നിലമ്പൂരിലേക്ക് എത്തും. ഈ നിലമ്പൂരിൽ നിന്ന് സ്വർണം, വയനാട്ടിൽ നിന്ന് കുരുമുളക്, മറയൂരിൽ നിന്ന് ചന്ദനം, ദേവികുളം ഭാഗത്തു നിന്നിട്ട് ഏലം. ഈ 4 ഘടകങ്ങളാണ് ഇവരുടെ മലഞ്ചരക്കുകൾ ശേഖരിച്ചത്. പിന്നെ തമിഴ്നാട്ടിൽ നമ്മളുടെ ഈറോഡിൽ വൈരമല എന്ന് പറഞ്ഞൊരു മല ഇപ്പോഴും ഉണ്ട്. ഞങ്ങളവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്നിട്ടാണ് ഏറ്റവും വലിയ ബെറിൽ, ലോകത്തിൽ അന്ന് ഏറ്റവും നല്ല ബെറിൽ ഉണ്ടാക്കിയിരുന്നത്, കിട്ടിയിരുന്നത് ഇവിടെ നിന്നാണ്. അത് ഈ ജൂതന്മാരാണ്. തന്നെയാണ് കൊടുമണൽ. ഈ കൊടുമണൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായം. അത് നമ്മുടെ സേലം, ഈ സേലം ബെൽറ്റാണ്. അതെ, ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ സമഗ്രമായിട്ട് ഇതിനകത്ത് ആർക്കിയോളജി, ബേസിക്കായിട്ട് ഹിസ്റ്ററി, ഈ ഹിസ്റ്ററി, ആർക്കിയോളജി, ആന്ത്രോപോളജി, പിന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. എറ്റിമോളജി, പല കാര്യങ്ങളെക്കുറിച്ചിട്ടും എറ്റിമോളജിക്കൽ സ്റ്റഡി വളരെ പ്രധാനമായിട്ടുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബൈബിളിൽ അമോര്യർ എന്ന് പറയും. പക്ഷേ ഈ അമോര്യരാണ് ഇവിടെ മൗര്യന്മാർ. ഇതൊരു ചരിത്രത്തിലില്ല. അതേപോലെ തന്നെ ശകന്മാർ, അസ്കനാസീസ. ഈ അസ്കനാസീസ് ആണ് ശകന്മാർ. പക്ഷെ അത് ഇവിടെ പറയുന്നില്ല. ഈ ശകം ഒരു അപ്പം അതിൽ തന്നെ ഈ നമ്മളുടെ റേസ്, ഹാമറ്റിക് റേസ്, അല്ലെങ്കിൽ സെമിറ്റിക്, ഹാമറ്റിക്, ജാഫറ്റിക് റേസ്, ഈ ജനപദങ്ങളെ പ്രത്യേകമായിട്ട് തന്നെ തിരഞ്ഞെടുത്തിട്ട് അവരെ സെറ്റിൽമെൻറ്റ്. ആന്ത്രോപോളജി വളരെ ബേസിക്കാണ്. എല്ലാം കണക്റ്റഡ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് എൻ്റെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഈ മറ്റേ ഹിസ്റ്റോറിക്കൽ, ആർക്കിയോളജിക്കൽ, ആന്ത്രോപോളജിക്കൽ ആൻഡ് എറ്റിമോളജിക്കൽ സ്റ്റഡിയാണ്. അപ്പോൾ അത് ഞാൻ ആ രീതിയിലാണ് ആ കാര്യങ്ങളെ വിശകലനം ചെയ്തത്. അത് ഇപ്പം ഇവർക്ക് ഞാനീ പറഞ്ഞു ഈ വെളുത്താട്ട് കേശവനും രാജൻ ഗുരുക്കളും രാഘവവാര്യരും MGS ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോൾ ഞാനും ഉണ്ട്. അതെ, അത് വേറെ ലൈനാണ്. അവരുടെ അജണ്ട അത് നടപ്പാവില്ല എന്ന് മാത്രമല്ല. ഞാനിപ്പോൾ അതിൽ ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ജൂനിയറാണ്, എൻ്റെ ജൂനിയറാണ് കോളേജിൽ. റിട്ടയറേ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വെളുത്താട്ട് കേശവൻ്റെ ദ ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ PhD തീസിസ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ബ്രാഹ്മിൻ എന്ന് പറഞ്ഞാൽ നമ്പൂരിമാരാ. നമ്പൂരി ബ്രാഹ്മണന്മാരിൽ എത്രയോ ബ്രാഹ്മണ സംഘമുണ്ട്. അതിലൊരു സംഘം മാത്രമാണ് ബ്രാഹ്മണ നമ്പൂരി. പട്ടരില്ലേ, പാണ്ഡയില്ലേ, ദ്വിവേദിയില്ലേ, ത്രിവേദി, ചതുർവേദി, ഭട്ടാചാര്യ, പത്ര, പട്ടര്, ഇവരൊക്കെ ബ്രാഹ്മിൻസാണ്. അപ്പം ദ ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്പൂതിരിമാർ 7-ാം നൂറ്റാണ്ടിൽ വന്ന് അവരുടേതായിട്ടുള്ള 32 ഗ്രാമങ്ങൾ സെറ്റിൽമെൻറ്റ് കർണാടകത്തിലും 32 സെറ്റിൽമെൻറ്റ്സ് കേരളത്തിലും. അല്ല, പയ്യന്നൂർ മുതൽ നിർമ്മണ്ണ വരെ. അപ്പം ഇതാണ് ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ്. പക്ഷെ അതിന് മുമ്പ് വന്ന പട്ടന്മാർ EMS ബ്രാഹ്മണനാണ്, PR കൃഷ്ണയ്യർ ബ്രാഹ്മണനാണ്, അല്ലേ? ആരും തർക്കിക്കില്ല. പക്ഷേ ഇവർ രണ്ടുപേരും 2 റേസാണ്, 2 ഗോത്രമാണ്. അത് നമ്പൂരി മറ്റൊരു പട്ടരാണ്. പക്ഷെ ഇത് വരുന്ന 2 വഴിയാണ്. അല്ല, അതിനുള്ള വലിയ വ്യത്യാസമുണ്ട്. ഇത് പാത്ത് ഓഫ് ഗവൺമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഇസ്രായേലിലെ ജോർദാൻ കുന്നുകളിലുള്ളത്. പിന്നെ അവിടുന്ന് റഷ്യയിലേക്ക് കോപ്പറേഷൻ പറഞ്ഞത്. ഇത് സ്വന്തം ഗുജറാത്തിൽ നിന്നൊക്കെ
ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നതായിട്ടുള്ള വഴിത്താരയിൽ ഇതുണ്ട്. ഇത് കാശ്മീർ, ഇത് മിർസാപൂർ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റ് കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ ഇതുപോലെ വലിയൊരു ഗവൺമെൻറ് ഗവൺമെൻറ് അല്ലേ. ഡോക്ടർ KP റാവു ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അതെ, KP റാവു. അപ്പം അങ്ങനെയാണ് ഇത്. ഞാനിങ്ങനെ ഇതെന്താ വെച്ചാൽ ഈ കല്ലറ എൻ്റെ വീട്ടിലുള്ളത്. ഇത് രണ്ടും ഇത് തൃശ്ശൂരിലുള്ള കട്ടകാമ്പാലിലുള്ളത്. കട്ടകാമ്പാൽ എന്ന് പറഞ്ഞ തന്നെ കാറ്റക്കോമ്പൽ ഇവിടെ ഉണ്ട്, തിരുമ്പുഴയുണ്ട്. വേറെ സ്ഥലത്തുണ്ട്, പാല കഴിഞ്ഞിട്ട് കുറുമണ്ണ്, അത് കുറുമണ്ണ്, കുറവിലങ്ങാട്, കുര്യം, അവിടെ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഒരുപാട് നടന്ന് ഇതിൻ്റെ പടം എടുത്തിട്ടുണ്ട്. നമ്മുടെ നടത്തിയ ഒരു എക്സ്കവേഷൻ ഉണ്ട് കല്ലറയ്ക്കൽ. അല്ല, അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ്. അത് കാശ് മേടിക്കുക, ആ പ്രോജക്റ്റ് ഉണ്ടാക്കി അവസാനം എന്തെങ്കിലും തട്ടിക്കൂട്ടി എഴുതി കൊടുക്കുക, 10-15 ലക്ഷം രൂപ വാങ്ങിക്കുക. രാജഗുരുക്കൾ പിന്നെ ഒരു BP ദേവദാസ്, ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞൊരാളാണ്. ഉണ്ടാവും. BP ദേവദാസ് എന്ന് പറഞ്ഞാൽ മറ്റേ NSS കോളേജിൻ്റെ പ്രൊഫസർ, HOD ഹിസ്റ്ററി, ആർക്കിയോളജിയാണ് പുള്ളിയുടെ PhD. പക്ഷെ ഒരു സാധനം അറിയില്ല. നമ്മളവിടെ വന്നിട്ടൊരു കല്ലറ പുള്ളിക്കാരനാണ് എക്സ്കവേറ്റ് ചെയ്തത്. ഞാൻ ചോദിച്ചു, കല്ലറ ആരാണ്? മനുഷ്യൻ്റെ ആണെന്നുള്ള സമ്മതിച്ചല്ലോ, ആരുടെയാണ്? ഉത്തരവ്. ഈ ഉത്തരം തേടിയിട്ടാണ് മറ്റേ MR രാഘവാര്യനും സംഘവും വന്നിട്ടാണ് നമ്മൾ തോട്ടത്തിലെ ഒരു കല്ലറ മാറ്റിയത്. ഇയാൾ വേറെ 2 മാറ്റി. അപ്പം ഇവരോടൊക്കെ ഉള്ള ചോദ്യത്തിന് എന്താ വെച്ചാൽ, ഈ കല്ലറ ഏത് മനുഷ്യജന വിഭാഗത്തിൻ്റെയാണ്? ഏത് സമുദായം, ഏത് കമ്മ്യൂണിറ്റി? ഇതിന് ഉത്തരവില്ല. ആ ഉത്തരമാണ് ഞാൻ ഈ പുസ്തകത്തിൽ കൂടി പറഞ്ഞത്. ഇത് ലോസ്റ്റ് ട്രൈബ് ജ്യൂസിന് അത് ആണെന്ന് അവർ സമ്മതിക്കുന്നില്ല, അല്ല എന്നോട്ട് പറയുന്നില്ല. സ്വകാര്യതയിൽ പറയാം, മൗനം കൊണ്ട് അവഗണിക്കുക. കാരണം ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം, MGSനും അറിയാം, രാജഗുരുക്കൾക്കും അറിയാം, രാഘവാര്യർക്കും അറിയാം. രാഘവാര്യരൊന്നുമില്ലല്ലോ. അതിന് രാജഗുരുക്കളും വെളുത്താട്ട് കേശവനും MGSും. അതിനകത്ത് തന്നെ രാജഗുരുക്കൾ സ്വല്പം ഒരു പ്രോ CPM ആണ്, വേറെ കുറച്ചും കൂടിയിട്ട് RSS ആണ്. വെളുത്താട്ട് നമ്പൂരിയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം. അപ്പം ഇതിന് ഞാൻ പകരം ചോദിച്ചു, എടോ പട്ട് രാമനെന്ന് വെച്ച പട്ട്. പക്ഷെ അത് കുറേ സെൻറ് തോമസ് ക്രിസ്ത്യൻസിന് അച്ഛന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? ചരിത്രം കുറേ കൂടെ പഠിക്കണം. കാരണം നമ്മുടെ ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോൾ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവസരത്തിൽ പലരും വിഷമിക്കുന്നത് സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ചെറുപ്പക്കാരത് ചെയ്യല്ലോ. അപ്പോൾ മറ്റു മതസ്ഥരും മറ്റു രാജ്യക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് ഇതിൻ്റെ ആവശ്യകത മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ ഒരു ഉണർവുണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കുറേ കൂടെ ശക്തി പ്രാപിച്ചാൽ തീർച്ചയായിട്ടും സെൻറ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ മഹത്വം വെളിയിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെൻറ് തോമസ് ക്രിസ്ത്യൻസിന് ജൂയിഷ് ബ്ലഡ് ഉണ്ടെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അതെ, ഞാൻ ഈ കാര്യത്തിൽ കാര്യമായിട്ട് എക്സ്പെർട്ടീസ് ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹം ബെൻഹർ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനിതേപ്പറ്റി കിട്ടാവുന്ന പുസ്തകങ്ങൾ വായിച്ചു വെക്കുന്നില്ല. ഇതൊരു ലൈബ്രറി, റിസർച്ച് സെൻ്റർ ലൈബ്രറിയാണ് വന്നാനത്തേക്ക് പോകുമ്പോൾ. അങ്ങയുടെ അഡ്രസ്സ്, ഫോൺ നമ്പരും ഒന്ന് പറയാമോ? അല്ല, എൻ്റെയോ? കുഴിപ്പള്ളിൽ ഹൗസ്, കുറുമുള്ളൂർ PO, വയാക്കാണക്കാരി, കോട്ടയം 686632 കൊടും. ഫോൺ നമ്പർ 9447087076. താങ്ക് യു.
പക്ഷെ അത് കുറേ കൂടി സെൻറ് തോമസ് ക്രിസ്ത്യൻസിന് അച്ഛന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? ചരിത്രം കുറേ കൂടെ പഠിക്കണം. കാരണം നമ്മുടെ ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോൾ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവസരത്തിൽ പലരും വിഷമിക്കുന്ന സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചെറുപ്പക്കാരത് ചെയ്യല്ലോ. അപ്പോൾ മറ്റു മതസ്ഥരും മറ്റു രാജ്യക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് ഇതിൻ്റെ ആവശ്യകത മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ ഒരു ഉണർവുണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കുറേ കൂടെ ശക്തി പ്രാപിച്ചാൽ തീർച്ചയായിട്ടും സെൻറ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ മഹത്വം വെളിയിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെൻറ് തോമസ് ക്രിസ്ത്യൻസിന് ജൂയിഷ് ബ്ലഡ് ഉണ്ടെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അതെ, ഞാൻ ഈ കാര്യത്തിൽ കാര്യമായിട്ട് എക്സ്പെർട്ടീസ് ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹം ബെൻഹർ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനിതേപ്പറ്റി കിട്ടാവുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടില്ല. ഇതൊരു ലൈബ്രറി, റിസർച്ച് ലൈബ്രറിയോ വന്നാനത്തേക്ക് പോകുമ്പോൾ. അങ്ങയുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഒന്ന് പറയാമോ? അല്ല, എൻ്റെയോ? കുഴിപ്പള്ളിൽ ഹൗസ്, കുറുമുള്ളൂർ PO, മയാക്കാണക്കാരി, കോട്ടയം 686632 കൊടും. ഫോൺ നമ്പർ 9447087076. ബുക്ക് നമ്പേഴ്സ് വായിക്കാമോ? ഇത് ഇന്ത്യൻ പോർച്ചുഗീസ് ഹിസ്റ്ററി 1 to 588, ഫ്രഞ്ച് ഹിസ്റ്ററി 589 to 667, ഡച്ച് ഹിസ്റ്ററി 668 to 700, മാർട്ടൈം സ്റ്റഡി 701 to 864, മാരിടൈം ട്രേഡ് 865 to 1002, വേൾഡ് ഹിസ്റ്ററി 1003 to 1666, Canadian history 1607 to 1901, Ancient India 1092 to 1121, Medieval India 1122 to 1263, Modern India 1264 to 1355, South Indian history 1356 to 1463, history of Goa 1464 to 1564, history of Gujarat 1564